ദൊഡ്ഡനഹള്ളി കെമ്പഗൌഡ ശിവകുമാർ കർണാടക രാഷ്ട്രീയത്തിലെ ട്രിപ്പിൾ ഷൂട്ടർ, കർണാടകയിലെ കോൺഗ്രസിന്റെ പവർ ഹൗസ്. കർണാടക രാഷ്ട്രീയമെന്നാൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയമെന്നാൽ കുറെ കാലമായി DK ശിവകുമാറാണ്. കനകപുര മണ്ഡലത്തെ കർണാടക രാഷ്ട്രീയത്തിലെ എല്ലാ നേതാക്കന്മാരും വിളിക്കുക കനകപുര റിപ്പബ്ലിക് എന്നാണ്. DK ശിവകുമാറിന്റെ സ്വന്തം തട്ടകം. കർണാടക നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ സംസ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിൽ ഓപ്പറേഷൻ ലോട്ടസിലൂടെ കുപ്രസിദ്ധി നേടിയ സംസ്ഥാനം. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ലോട്ടസുമായി BJP കളന്നിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഓപ്പറേഷൻ ഹസ്തയുമായി കോൺഗ്രസും കളന്നിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. വാക്പോരുകളും തമ്മിൽ കുത്തും അതോടൊപ്പം തന്നെ ചാക്കിട്ടുപിടുത്തവും എല്ലാം കണ്ട കന്നഡ രാഷ്ട്രീയം. കലങ്ങിമറിഞ്ഞ കന്നഡ രാഷ്ട്രീയത്തിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ കർണാടകയിൽ BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ച നേതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം ദൊഡ്ഡനഹള്ളി കെമ്പഗൌഡ ശിവകുമാർ എന്ന DK ശിവകുമാർ. 2 സിദ്ധരാമയ്യ, ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രി. കർണാടകയിൽ 2023 കോൺഗ്രസ് അധികാരം പിടിച്ചപ്പോൾ ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ച കൊടുമ്പിരി കൊണ്ടു. കുറെ MLA മാർ DKക്കൊപ്പം നിലകൊണ്ടു. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് കർണാടക രാഷ്ട്രീയത്തിലെ ഉമ്മൻചാണ്ടിയാണ് സിദ്ധരാമയ്യ എന്നാണ്. സാധാരണക്കാരുമായി അടുത്ത ബന്ധം, കർഷകരുമായി, കർഷക തൊഴിലാളികളുമായി അടുത്ത ബന്ധമുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതാവ്. ആ MLA മാരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ സിദ്ധരാമയ്യയ്ക്കായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് സിദ്ധരാമയ്യയുടെ പേര് തന്നെ AICC നിർദ്ദേശിച്ചു. പകരം DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും PCC പ്രസിഡന്റും. ഇപ്പോൾ കർണാടകയിൽ ഭരണത്തിലേറി 3 വർഷം തികയുമ്പോൾ മറ്റൊരു നേതൃമാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. കർണാടക മുഖ്യമന്ത്രി പദത്തിലേക്ക് DK ശിവകുമാർ എത്തുമെന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കർണാടകയിലെ ചില MLA മാരെ വ്യക്തിപരമായി ബന്ധപ്പെട്ടപ്പോൾ അവരും പറയുന്നത് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കം ഉണ്ട് എന്നാണ്. ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ശിരസ സ്വീകരിക്കുന്ന, ഏറ്റുവാങ്ങുന്ന നേതാവാണ് DK ശിവകുമാർ. കാരണം ഹൈക്കമാൻഡിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഏറ്റവും വിശ്വസനായ ഒരു നേതാവാണ്. ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അവിടേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ ആദ്യം പറന്നെത്തുക DK ശിവകുമാറാണ്. ഹിമാചൽ പ്രദേശിലും അരുണാചൽ പ്രദേശിലും തെലങ്കാനയിലും കേരളത്തിലുമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ച, അവിടെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോൾ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ അവിടെ പറന്നെത്തി ഒരു ട്രബിൾ ഷൂട്ടറുടെ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് മാനേജറുടെ റോൾ കൈകാര്യം ചെയ്യുന്ന DK ശിവകുമാർ കർണാടകത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ 3 വർഷത്തിന് ശേഷം ഒരു അധികാര കൈമാറ്റം ഉണ്ടായാൽ കർണാടകയിൽ 2028 ഭരിക്കാൻ കഴിയുമെന്ന BJPയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഓപ്പറേഷൻ ലോട്ടസിലൂടെ BJP കോൺഗ്രസിന്റെ MLA മാർ അടക്കമുള്ളവരെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച ജനതാദൾ കോൺഗ്രസ് കക്ഷി സർക്കാരിനെ താഴെയിറക്കിയപ്പോൾ, അവിടെ ജനതാദളസിനെ BJP സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചപ്പോൾ ഒരു വേള കണ്ണുമിഴിച്ചു നിന്ന കോൺഗ്രസിനെ ഓപ്പറേഷൻ ഹസ്തയിലൂടെ കർണാടകയിലേക്ക് തിരികെ കൊണ്ടുവന്ന BJP പാളയത്തിലെത്തിയ MLA മാരെ തിരികെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല, BJPയുടെ ഒന്നാം നിര നേതാക്കന്മാരെ പോലും കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് മണി പവർ രാഷ്ട്രീയമാണെങ്കിൽ മണി പവർ രാഷ്ട്രീയം, മസിൽ പവർ രാഷ്ട്രീയമാണെങ്കിൽ മസിൽ പവർ രാഷ്ട്രീയം, ഏതായാലും താൻ തയ്യാറാണെന്ന് മുന്നിൽ നിന്ന് പറഞ്ഞ DK ശിവകുമാർ തന്നെയാണ്. ആ DK ശിവകുമാർ കർണാടകയിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റാൽ സ്വാഭാവികമായും കന്നഡ രാഷ്ട്രീയത്തിൽ വലിയ ഓളം സൃഷ്ടിക്കും. അധികാരം നഷ്ടപ്പെട്ട നേതൃദാരിദ്ര്യത്തിൽ മുട്ടിടക്കുന്ന BJP, കർണാടകയിലെ BJPക്ക് നേതൃദാരിദ്ര്യം വല്ലാതെയുണ്ട്. അവിടെ യെദ്യൂരപ്പ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ നേതാക്കന്മാർ തമ്മിൽ കലഹമാണ്. കർണാടകയിൽ BJP എന്നാൽ അവസാന വാക്ക് യെദ്യൂരപ്പയായിരുന്നു. ആ യെദ്യൂരപ്പ മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ BJPക്ക് വലിയ നേതൃദാരിദ്ര്യം അവിടെയുണ്ട് കർണാടകയിൽ. അവിടേക്ക് DK ശിവകുമാർ, നിലവിലെ PCC പ്രസിഡന്റ്, നിലവിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രിയായി കടന്നു വരുന്നാൽ 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിന്റെ പാന്താവിലേക്ക് തിരികെ വരാൻ അല്ലെങ്കിൽ അധികാരം നിലനിർത്താൻ കോൺഗ്രസിന് കഴിയും. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ
പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്ന ക്രൈസിസ് മാനേജർ എന്നും ട്രിപ്പിൾ ഷൂട്ടർ എന്നും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും വിളിക്കുന്ന DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക്, കർണാടകയിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് DKയെയും സിദ്ധരാമയ്യയെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയാൽ ഉടൻ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം.